സ്നേഹമുള്ളവരെയും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം നമ്മൾ എത്രത്തോളം ദൈവത്തെ അറിയുന്നു എന്നതിലാണ്. നിത്യജീവൻ എന്നാൽ എന്താകുന്നു? ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിവ്, നോളജ്. ഈ അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ സ്നേഹവും അൺലീഷൻ ചെയ്യുക എന്ന് പറയും, തുറക്കുക, ജ്വലിപ്പിക്കുക. അപ്പോഴാണ് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കേട്ടു, ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും നമ്മളിൽ ദൈവജ്ഞാനം തുറക്കുന്നു. മാത്രമല്ല ദൈവസ്നേഹം തുറക്കുന്നു, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തുറക്കുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മനുഷ്യബുദ്ധി കൊണ്ട് പ്രാപ്യമായ ഒന്നല്ല, മറിച്ച് മനുഷ്യബുദ്ധിയിൽ ദൈവബുദ്ധി, ദൈവജ്ഞാനം പ്രസരിക്കുമ്പോഴാണ്, മനുഷ്യൻ്റെ ബുദ്ധിയിൽ ദൈവജ്ഞാനം പ്രസരിക്കുമ്പോഴാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് മലയാളത്തിൽ വളരെ എളുപ്പം നമുക്ക് മനസ്സിലായി, മാമോദീസ എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്നാനമാണ്. ജ്ഞാനസ്നാനം. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ അണപൊട്ടി ഒഴുകിയിരിക്കുകയാണ്. അത് അനന്തമാണ്, അതിന് അതിർത്തികളില്ല. ജ്ഞാനവും സ്നേഹവും നമ്മളെല്ലാം പാടാറുണ്ട്, അതിർത്തികളില്ലാത്ത സ്നേഹം, അല്ല അതിരുകളില്ലാത്ത സ്നേഹം. മനസ്സിലായോ? പാടാറുണ്ട് ഇതെല്ലാം. എന്താ അതിൻ്റെ അർത്ഥം? നമ്മളിലേക്ക് ദൈവം ചൊരിഞ്ഞിരിക്കുന്ന ജ്ഞാനവും സ്നേഹവും അതിരുകളില്ലാത്തതാണ്. പക്ഷേ എന്തോ കാരണവശാൽ നമ്മൾ ചെറുപ്പം മുതലേ ആ ജ്ഞാനത്തിലേക്കൊന്നും അല്ല നോക്കുന്നത്. നമ്മളവരെ പഠിപ്പിച്ച് വലുതാക്കി എന്തെങ്കിലും കുടുംബത്തിൽ പ്രയോജനമുള്ള ആൾക്കാരാക്കി ഇത്തിരി ജോലിയൊക്കെ കിട്ടി, അതൊന്നുമല്ല. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തോ? അതോടൊപ്പം നമ്മളും നമ്മുടെ മക്കളിലും ദൈവജ്ഞാനം നിറയണം. സ്നേഹമുള്ളവരെ, ഇതല്ലേ നമ്മൾ കേട്ടത്? ശിശു വളർന്ന്, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ നമ്മൾ കേട്ടു. മറ്റൊരു എപ്പിസോഡിൽ ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തരായി. അപ്പോൾ ഈശോയെ അനുകരിക്കുന്ന നമ്മൾ ഈശോയുടെ ബാല്യകാലത്തെ നോക്കുമ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ജ്ഞാനം നിറഞ്ഞു. അതായത് മാതാവ്, യേശുവും ഔസേപ്പിതാവും കൂടി ഇരുന്ന് ആദ്യ പാഠങ്ങൾ തന്നെ ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പഠിച്ചു. അവർ സങ്കീർത്തനങ്ങളായിരുന്നു പ്രാർത്ഥിച്ചതെല്ലാം. ആ സങ്കീർത്തനങ്ങളിലെല്ലാം യേശുവിനെക്കുറിച്ച് തന്നെയാണ്. അങ്ങനെ ശിശു ജ്ഞാനത്തിൽ വളർന്നു. ആ ശിശു വളർന്നൊരു 12 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴോ അവൻ വേദശാസ്ത്രികളോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങുന്ന അത്രയ്ക്ക് വലിയ ഒരു ജ്ഞാനം. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയെ പ്രതി അതിശയിച്ചു. ഇവൻ ഈ ചെറുപ്രായത്തിൽ ഇത്രയും ബുദ്ധി എങ്ങനെ ഉണ്ടായി? എന്തുകൊണ്ടാണ്? അവൻ ദൈവം തന്നെയാണെന്ന് മാത്രമല്ല, അവനിലുള്ള മനുഷ്യവ്യക്തി വളരുന്നു ദൈവജ്ഞാനത്തിൽ. അപ്പോൾ ഈശോ ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ എന്ന് നമ്മൾ പാടുമ്പോൾ ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത, ഈശോ പൂർണ്ണ ദൈവമാണ്, എന്നാൽ അതേസമയം പൂർണ്ണ മനുഷ്യനാണ്. പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് ജ്ഞാനത്തിൽ അപൂർണതയുണ്ട്. ഈ അപൂർണത ദൈവിക ജ്ഞാനത്തിലൂടെ അവനിൽ നിറയുന്നു. അങ്ങനെയുള്ള ഒരു പ്രക്രിയയാണ്
നമ്മളെല്ലാവരിലും ഉണ്ടാകേണ്ടത്. ദൈവിക ജ്ഞാനം നമ്മളിൽ വളരണം. അതിനാണ് നമ്മൾ ചെറുപ്പം മുതലേ കാറ്റഗീസവും എല്ലാം. എന്നാലും നമ്മൾ ഇപ്പോഴുള്ള പോലെ ആയാൽ പോരാ. ദൈവിക ജ്ഞാനം 12 വയസ്സായപ്പോൾ കുഞ്ഞിൽ വളർന്നു കണ്ടോ. അവൻ പിന്നെ ഒരു യുവാവായി കഴിഞ്ഞപ്പോഴും ലൂക്ക 2:52 പറയുന്നത് അവൻ ജ്ഞാനത്തിലും കൃപയിലും വളർന്നു. പിന്നെ ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ നമ്മൾക്ക് അറിയാം, കേട്ടവരെല്ലാം അവൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. അവർ പറഞ്ഞു, എടാ ഇത് നമ്മുടെ ഔസേപ്പ് ആശാരിയുടെ മകനല്ലേ, അവൻ ഇത്രയും ജ്ഞാനം എങ്ങനെ ഉണ്ടായി? സ്നേഹമുള്ളവരെ, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു രൂപരേഖ. മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ പറയുന്നത്, അന്ധകാരത്തിൽ ഇരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. അന്ധകാരത്തിലിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞാൽ അജ്ഞതയിലിരുന്ന ജനം ജ്ഞാനം കണ്ടു. അവർക്ക് ജ്ഞാനം കിട്ടി. നമുക്കറിയാം, ക്രിസ്മസിന് ഒരു മാസം മുമ്പേ തന്നെ നമ്മൾ നക്ഷത്രം തൂക്കും. എന്താണ് ഈ നക്ഷത്രത്തിൻ്റെ അർത്ഥം? ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്. അതപ്പോൾ അർത്ഥമെന്ന് പറഞ്ഞിട്ടല്ല, ഞങ്ങൾ ക്രിസ്മസ് ആകുമ്പോൾ നക്ഷത്രം തൂക്കും. നക്ഷത്രം ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ആ ജ്ഞാനം ആയ നക്ഷത്രം കണ്ടിട്ട് എത്ര പേർക്ക് മനസ്സിലായി? ആകെ 3 വ്യക്തികളാണ് അത് കണ്ടിട്ട് മനസ്സിലായത്. ഇതൊരു അസാധാരണ നക്ഷത്രമാണല്ലോ, ഇത് യേശുവിനെക്കുറിച്ച് വരാനിരിക്കുന്ന ഒരു രാജാവിനെക്കുറിച്ചുള്ള അറിവാണല്ലോ. അതാണ് 3 ജ്ഞാനികൾ ആ നക്ഷത്രം കണ്ട് ജ്ഞാനം മനസ്സിലാക്കി ജ്ഞാനത്തിൻ്റെ ഉടയവനായ ആ രാജാവിലേക്ക് അവരെ ആകർഷിച്ചു. ഈ ജ്ഞാനികളായ ആ രാജാക്കന്മാർ ആരായിരുന്നു? അവർ ക്രിസ്ത്യാനികളായിരുന്നോ? അല്ല. അവർ യഹൂദരായിരുന്നോ? അല്ല. അവർ വിജാതീയ രാജാക്കന്മാരായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ആരംഭിക്കുന്നത്, ഈ വരാനിരിക്കുന്ന രാജാവ് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശമാണ്. പ്രൈസ് ദി ലോർഡ്. വിജാതീയർക്ക്, സകല ജനതകൾക്കും വേണ്ടിയുള്ള ജ്ഞാനമാണ്. അവർക്ക് എങ്ങനെ മനസ്സിലായി? അവർ രാജകൊട്ടാരത്തിൽ വന്നു, ഹെരോദേസ് വന്നു. ഹെരോദേസിന് അറിയില്ല ഇങ്ങനൊരു സംഭവം. ചുരുക്കി പറയാൻ നമുക്കറിയാം, അവസാനം അവരെ നയിച്ചത് ഒരു കാലിത്തൊഴുത്തിൽ. എങ്ങനെ ഇവർക്ക് മനസ്സിലായി ഈ കാലിത്തൊഴുത്തിലെ ഈ പുൽക്കൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞ് രാജാവാണെന്നും വരാനിരിക്കുന്ന മിശിഹായാണെന്നും എങ്ങനെ മനസ്സിലായി? അതാണ് ജ്ഞാനം. അതാണ് ജ്ഞാനം. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈ രാജാക്കന്മാർ ഈശോയുടെ അടുത്ത് വന്ന് ആരാധിക്കാൻ വന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇതാണ്, ഞങ്ങൾ അവനെ കണ്ട് ആരാധിക്കാൻ വന്നിരിക്കുന്നു. അവരാണ് ആദ്യമായി ഈശോയെ ആരാധിച്ചവർ. അതുപോലെ നമുക്കും ഈശോയെ ആരാധിക്കാം. നമുക്കും ആ ജ്ഞാനത്തെ ആരാധിക്കാം. നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ജ്ഞാനം പ്രസരിച്ച് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുന്ന വഴി, അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും സമർപ്പിച്ച് തുടർന്നുള്ള ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വരുവിൻ, നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനാ പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ.
ദൈവം നമ്മോടു കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ. യേശുനാഥാ, വാവ സ്നേഹനാഥാ, ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. വാവ യേശുനാഥാ, അന്ധകാരത്തിൽ ഇരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. അന്ധകാരത്തിലും ഇരുളിന്റെ നിഴലിൽ വസിച്ചിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. സ്നേഹമുള്ളവരെ, ഈ അന്ധകാരം, ഈ നിഴൽ ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയായിരുന്നു. ലോകം മുഴുവനും ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിലായിരുന്നു. ഈശോ പറഞ്ഞു, പിതാവ് സകലതും എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുന്നുവോ അവർക്ക് എല്ലാം അറിയാൻ സാധിക്കും. ഓ ദൈവമേ, ഇപ്പോൾ ഞങ്ങളിങ്ങനെ ആരാധിക്കുമ്പോൾ അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങൾക്ക് ആ വെളിപാട് നൽകണമേ. ലോകം മുഴുവനും ആ വെളിപാട് നൽകണമേ. ഓ ഈശോയെ, ഞങ്ങളൊക്കെ ആരാധിക്കുന്നു. അങ്ങയോട് ഒട്ടിച്ചേർന്നുകൊണ്ട്, അങ്ങയിൽ ലയിച്ചുകൊണ്ട്, അങ്ങയുടെ ശരീരവും രക്തവും ഭക്ഷിച്ചുകൊണ്ട്, അങ്ങയുടെ ജീവൻ ഞങ്ങളിൽ പടർത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവനെ പുനരുദ്ധരിക്കുകയും ഞങ്ങളുടെ ജീവനെ കരുത്തുള്ളതാക്കുകയും ചെയ്യുന്ന അങ്ങയുടെ പ്രസാദപരത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ സൗഖ്യ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിലുള്ള അജ്ഞത അകറ്റണമേ, ഞങ്ങളിലുള്ള അന്ധകാരം അകറ്റണമേ, ഞങ്ങളിലുള്ള അറിവില്ലായ്മ അകറ്റണമേ, ഞങ്ങളിലുള്ള അറിവില്ലായ്മ അകറ്റണമേ, ഞങ്ങളിലുള്ള അറിവില്ലായ്മ അകറ്റണമേ, ഞങ്ങളിലുള്ള അന്ധവിശ്വാസം അകറ്റണമേ, ഞങ്ങളിലുള്ള അന്ധവിശ്വാസം അകറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ വന്നു. അവനെ കണ്ടവരെല്ലാവരും, അവനെ തൊട്ടവരെല്ലാവരും സൗഖ്യപ്പെട്ടു.
ഈശോയുടെ സൗഖ്യത്തിലൂടെ ഈശോ പ്രഖ്യാപിക്കുന്നത്, ഇതാണ് സത്യദൈവം, ഞാനാണ് സത്യദൈവം, ഞാനാണ് ഏകദൈവം, ഞാനാണ് ഏകദൈവം, എന്നിലൂടെ മാത്രമേ പിതാവിന്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഈശോ പ്രഖ്യാപിക്കുന്നതാണ്. ഈശോ വഴി നടന്നപ്പോഴെല്ലാം അവന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോഴേക്കും ശക്തി സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ഈശോ ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ഈശോയെ, ഇതാ ഞങ്ങൾ അങ്ങേ തൊടുന്നു, ഈ ആരാധനയിലൂടെ ഞങ്ങൾ അങ്ങേ തൊടുന്നു. ആരാണ് എന്നെ തൊട്ടത്? അങ്ങയെ തൊടുന്ന ഈ നിമിഷത്തിൽ എല്ലാവരിലേക്കും അങ്ങയുടെ ശക്തി ഒഴുകട്ടെ, എല്ലാവരുടെയും സൗഖ്യമുണ്ടാകട്ടെ. രക്തസ്രവക്കാരി ഈശോയെ തൊട്ടപ്പോൾ സൗഖ്യപ്പെട്ടതുപോലെ ഇപ്പോൾ ഈ ആരാധനയിലൂടെ അങ്ങ് ഞങ്ങൾ എല്ലാവരെയും തൊട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ സൗഖ്യദായക ശക്തി ലോകം മുഴുവൻ ഒഴുകട്ടെ. ഹല്ലബലബാ ഹല്ലബലബാ ഹല്ലബലബാ. ഹീൽ ഹീൽ ഈശോയെ, അങ്ങയുടെ വചനത്താൽ എല്ലാവരെയും സൗഖ്യപ്പെടുത്തിയതിലൂടെ ഇപ്പോൾ ഈ അങ്ങയുടെ സാന്നിധ്യത്താൽ എല്ലാവരെയും സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളിലുള്ള അജ്ഞത അകറ്റണമേ. ഇത് കാണുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ പ്രകാശം പരത്തണമേ. അങ്ങയുടെ പ്രകാശം പടരട്ടെ, അങ്ങയുടെ സൗഖ്യം പടരട്ടെ, അങ്ങയുടെ ജ്ഞാനം പടരട്ടെ, അങ്ങയുടെ കൃപ പടരട്ടെ, അങ്ങയുടെ വചനം പടരട്ടെ. എല്ലാ രോഗങ്ങളെയും എല്ലാ വ്യാധികളെയും എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന അങ്ങയുടെ ശക്തി, ലാസറിനെ ഉയർപ്പിച്ച അങ്ങയുടെ ശക്തി ഇപ്പോൾ എല്ലാവരിലും നിറയട്ടെ. സൗഖ്യം പകരട്ടെ. ലാസറേ, പുറത്തു വരിക. തളർന്ന കരങ്ങൾ സൗഖ്യപ്പെടട്ടെ, തളർന്ന അസ്ഥികൾ സൗഖ്യപ്പെടട്ടെ, ഹൃദയരോഗികൾ സൗഖ്യപ്പെടട്ടെ, മാറാ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ, അത്ഭുത ശക്തി ഒഴുകട്ടെ. യേശുവാണ് ഏകരക്ഷകൻ. ആകാശത്തിന് കീഴെ മറ്റു മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല. എല്ലാവരിലേക്കും ഈ ശക്തി ഒഴുകട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. തളർവാദ രോഗികൾ എണീറ്റ് നടക്കട്ടെ. ഹൃദയരോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ, മാറാ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ. ചന്ദാലംബിയ ചന്ദാലംബിയ ചന്ദാലംബിയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധകാരത്തിലിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. നന്ദി ഈശോയേ, അങ്ങ് നൽകിയ സൗഖ്യത്തിനായി നന്ദി പറയും. സ്നേഹമുള്ളവരെ, ഈശോ നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ ഈശോ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഉപ്പ് മറ്റുള്ളവർക്ക് രുചി പകരുന്നു. ഉപ്പ് വസ്തുക്കൾ കെട്ടുപോകാതെ സൂക്ഷിക്കാൻ ഉപ്പിന് കഴിയും. നമ്മളിലേക്ക് ഈശോ നൽകിയിരിക്കുന്ന വിശ്വാസവും കൃപയും പരിശുദ്ധാത്മാഭിഷേകം നമ്മളിൽ രുചി പകരുന്നതോടൊപ്പം നമ്മൾ മറ്റുള്ളവരിലേക്ക് രുചി പകരും. മറ്റുള്ള ആത്മാക്കളെ നേടാൻ വേണ്ടിയാണ് ഒരു വിശ്വാസിക്കുള്ള ദൗത്യം. 4 പേർ കൂടി ഒരു തളർവാദ രോഗി യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ആ 4 പേർ വിശ്വാസമില്ലാതെ തളർന്ന അവനെ യേശുവിൻ്റെ അടുത്തേക്ക് ഉയർത്തിയപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു, മകനേ മകനേ, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കട്ടിലുമെടുത്ത് നീ നടക്കുക. ഈശോ പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിച്ചുവോ? ഈശോ പറഞ്ഞു, മകനേ. സ്നേഹമുള്ളവരെ, ഇതാണ് ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന. നമ്മളുടെ വിശ്വാസത്തിൻ്റെ വലിയ ഒരു ശക്തി ഇതാണ്. നമുക്ക്
നമ്മളെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് യോഗ്യരായാൽ മാത്രം പോരാ, മറ്റുള്ളവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. വരുവിൻ, നമുക്ക് കരങ്ങൾ ഉയർത്തി. നമുക്ക് ചുറ്റും വിശ്വാസത്തിൽ തളർന്ന അനേകം പേരുണ്ടോ? ഉണ്ടെങ്കിൽ അവരെല്ലാം ഇപ്പോൾ യേശുവിലേക്ക് ഉയർത്തിക്കൊണ്ട്, യേശുവേ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളുടെ സമൂഹത്തോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തിലൂടെ അങ്ങ് അവരെ സൗഖ്യപ്പെടുത്തണമേ, അങ്ങ് അവരെ നേടണമേ. അങ്ങയെ അറിയാത്തവരും അന്ധകാരത്തിൽ വസിക്കുന്നവരിലേക്ക് അങ്ങയുടെ പ്രകാശം തൂകണമേ. ഹല്ലബാ ഹല്ലബാ ഹല്ലബാ. കർത്താവാണ് നമ്മുടെ സഹായകൻ, പരിശുദ്ധാത്മാവാണ് സഹായകൻ. പരിശുദ്ധാത്മാവായ സഹായകനെ നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ഗാനത്തിന്റെ ഈരടികൾ പാടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാണ് സഹായകൻ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലൂടെ അനേകരിലേക്ക് ഈ ജ്ഞാനം പകർന്നുകൊണ്ട് അവരിലുള്ള അജ്ഞത അകറ്റണമേ. അനേകരെ നേടണമെന്നതിനും അനേകരുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ സഹായകനായ പരിശുദ്ധാത്മാവ് അനേകം വിശ്വാസമില്ലാത്തവരിലേക്ക് വിശ്വാസം പകരുന്നു. ഇപ്പോഴും എപ്പോഴുമല്ല ഇപ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവനാത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ. ഇപ്പോഴും എപ്പോഴുമല്ല ഇപ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ. ഇപ്പോഴും എപ്പോഴുമല്ല ഇപ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവനാത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ. ഇപ്പോഴും എപ്പോഴുമല്ല ഇപ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ. ഇപ്പോഴും എപ്പോഴുമല്ല ഇപ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവനാത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ. ഞങ്ങളിലേക്ക് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിൽ തളർന്നു കിടക്കുന്ന എല്ലാവരെയും ഉണർത്തണമേ. ഞങ്ങളിലുള്ള അജ്ഞത അകറ്റണമേ. മാനുഷിക ബോധ്യങ്ങൾ അകറ്റണമേ. ദൈവത്തിന്റെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് അന്ധവിശ്വാസത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ, അന്ധകാരത്തിൽ വസിക്കുന്ന ജനം പ്രകാശം കണ്ടു. ഇന്നും വിശ്വാസികളായ നമ്മളിൽ തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ദൈവമേ, ഈ അന്ധവിശ്വാസങ്ങളുടെ അജ്ഞത അകറ്റണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളുടെ സമൂഹത്തിലുള്ള അന്ധവിശ്വാസം അകറ്റണമേ. വിശ്വാസത്തിൽ തളർന്നിരിക്കുന്നവരെ ഞങ്ങൾ ഉണർത്തുന്നു. വിശ്വാസം ഉണർത്തണമേ. അന്ധത അകറ്റണമേ. ഇരുളകറ്റണമേ. ഇരുളടക്കണമേ. പ്രകാശം പ്രസരിക്കട്ടെ. പ്രകാശം പ്രസരിക്കട്ടെ. ഞങ്ങളുടെ സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അകറ്റണമേ. മാനുഷിക ബോധ്യങ്ങൾ അകറ്റണമേ. ദൈവിക ശക്തി പ്രസരിക്കട്ടെ. ദൈവിക ശക്തി പടരട്ടെ. പരിശുദ്ധാത്മാവാകുന്ന ജീവജലം ഒഴുകിക്കൊണ്ട് ജ്ഞാനസ്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനം ഞങ്ങളിൽ മാത്രമല്ല ലോകം മുഴുവനിലേക്കും ഒഴുകട്ടെ. അന്ധകാരം അകലട്ടെ. അന്ധകാരം അകലട്ടെ. ദൈവത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടല്ലേ, വിശുദ്ധ ലിഖിതങ്ങൾ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത്. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി ലോകം മുഴുവൻ പടരട്ടെ. സ്നേഹാഗ്നി ജ്വാലയായി ലോകം മുഴുവൻ പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി ലോകം മുഴുവൻ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം
നൽകണമേ. തുറക്കണമേ. ഞങ്ങളിലുള്ള അകറ്റണമേ. ഞങ്ങളുടെ അന്ധവിശ്വാസം അകറ്റണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. മകനേ, മകനേ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരും സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഞങ്ങളിൽ മാത്രമല്ല ലോകം മുഴുവനിലും അന്ധകാരത്തിലിരിക്കുന്ന ജനം ഒരു പ്രകാശം കണ്ടു. അന്ധകാരത്തിലിരുന്ന ജനം പ്രകാശം കണ്ടു. ഈശോ വന്നിരിക്കുന്നത് മനുഷ്യവംശത്തെ മുഴുവനും നവീകരിക്കുന്നതിനും സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകരുമായ യേശുവേ, അങ്ങയുടെ സ്വഭാവത്തിനനുസരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ